നമസ്കാരം. നിങ്ങളൊരു വാഹന സ്നേഹിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനം എന്നും പുത്തനായിട്ട് സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ഓട്ടോസെറാമിക് എന്ന് പറയുന്ന പ്രീമിയം ഡീറ്റെയിലിംഗ് സെൻറ്ററിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ബൈപ്പാസിൽ തന്നെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടവൂർ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു അല്പം മുമ്പോട്ട് വന്നാൽ മതി. അപ്പോൾ തന്നെ നീരാവിൽ പാലം കാണാം. നീരാവിൽ പാലം കയറുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത്. അതല്ല നിങ്ങൾ തിരിച്ച് എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോൾ പ്ലാസ, കൊല്ലം ബൈപ്പാസിൻ്റെ ടോൾ പ്ലാസ കഴിഞ്ഞ് ഒരു ശകലം മുമ്പോട്ട് വരുമ്പോഴാണ് നീരാവിൽ പാലം. ആ നീരാവിൽ പാലം കയറി ഇറങ്ങുന്നിടത്ത് റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഷോപ്പ് കാണാം. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകതയും കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് നോക്കാം. നമ്മുടെ വണ്ടി ഇവിടെ ഗ്രഫീൻ കോട്ടിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഓൾറെടി ഫസ്റ്റ് കോട്ടിങ് ചെയ്ത സമയത്ത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വണ്ടികളുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അകത്ത് നിന്നിട്ട് ഇതിൻ്റെ ഷോപ്പിൻ്റെ മാനേജറായിട്ടുള്ള പ്രിൻസ് ബ്രോൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കമോ. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ കിടക്കണയാണ് നമ്മുടെ വണ്ടി. വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം വണ്ടിയിലേക്കുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനേജറായിട്ടുള്ള പ്രിൻസ് ബ്രോൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ബ്രോ. ഹലോ ബ്രോ. ഹലോ ബ്രോ. അപ്പം നമ്മുടെ ഈ ഓട്ടോസെറാമിക് എന്ന് പറഞ്ഞ ഷോപ്പ് ഏതൊക്കെ മറ്റു സ്ഥലങ്ങളിലുണ്ട്? ഇപ്പം ഞാൻ കൊല്ലം ഷോപ്പിലാണല്ലോ നിൽക്കുന്നത്. ഏതൊക്കെ ഷോപ്പിലുണ്ടെന്ന്? നമ്മുടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രോ കരുനാഗപ്പള്ളിയാണ് മെയിൻ ബ്രാഞ്ച്. കരുനാഗപ്പള്ളി ബ്രാഞ്ച് തുടങ്ങിയിട്ട് നമുക്കൊരു 7 years അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്ക് സെറാമിക് കോട്ടിംഗ് നിലവിൽ ഫീൽഡ് മാർക്കറ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മുടെ അതിനുശേഷം ഒരു 2 years സംതിങ് ആയിട്ടുണ്ട് കൊല്ലത്തെ മെയിൻ ബ്രാഞ്ച് വന്നിട്ട്. പിന്നെ അതിലല്ലാതെ നമുക്ക് എറണാകുളം, ട്രിവാൻഡ്രം, ലൈറ്റ് അതൊക്കെ ബ്രാഞ്ചസസ് ഉണ്ട്, സബ് ബ്രാഞ്ചുകളുണ്ട്. മെയിൻ 2 branches ആണ്, കൊല്ലവും കരുനാഗപ്പള്ളിയാണ് ബ്രാഞ്ചസ് ഉള്ളത്. ഇനി ബ്രോ, നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ ഡീറ്റെയിലിംഗ് വർക്കുകളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമുക്ക് അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ്, എങ്ങനത്തെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെന്നൊക്കെ ആൾക്കാർക്ക് കൂടുതൽ സംശയം കാണും. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു. തീർച്ചയായും. അപ്പം നമുക്കിപ്പോൾ നിലവിൽ നമ്മളിപ്പം സ്റ്റാർട്ടിങ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പോളിഷിങ്. നമുക്കിപ്പോൾ ഒരു വണ്ടി, ഇപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ ഒരാൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഇപ്പോൾ ഞാനായപ്പോലും എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വണ്ടി പൊന്നു പോലെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ കണക്ക് തന്നെ ഷൈനിങ് ആയിട്ട് കൊണ്ടു നടക്കാനായിരിക്കും ആർക്കായാലും ഒരു താല്പര്യം. അപ്പോൾ നമുക്ക് ബേസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നോർമൽ പോളിഷിംഗ് ആണുള്ളത്. നോർമൽ പോളിഷിംഗ് ഉണ്ട്, പ്രീമിയം പോളിഷിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോളിഷിംഗ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ മേളിൽ ഷൈനിങ് ആയിട്ടും കോട്ടിങ് പ്രൊട്ടക്ഷൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയാണ് സെറാമിക് കോട്ടിംഗ്, ഗ്രഫൈൻ കോട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കാർബൺ ഗ്രഫൈൻ എന്ന് പറഞ്ഞാൽ ഗ്രഫൈൻ കോട്ടിംഗ് നമ്മുടെ ഈ വണ്ടിക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ 1 year മുമ്പ് ചെയ്ത് 1 year കഴിഞ്ഞപ്പോഴത്തേക്ക് സർവീസിന് വന്ന് കിടക്കുവാണ്. കണ്ടാൽ പറയത്തില്ല അല്ലേ, ഫസ്റ്റ് ചെയ്തതെന്നേ പറയത്തുള്ളൂ അല്ലേ. അതാണ് നമ്മുടെ വർക്കിന്റെ ആ ഒരു ക്വാളിറ്റി. തീർച്ചയായും നമ്മളിപ്പോൾ ഗ്രഫൈൻ കോട്ടിംഗ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ജർമ്മൻ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വണ്ടിയിൽ ജർമ്മൻ പ്രൊഡക്റ്റ് ഒണക്സിന്റെ ജർമ്മൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് പിന്നെ 3 layer കോട്ടിംഗ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ ഇട്ടേക്കുന്നത്. 3 layer കോട്ടിംഗ് ആണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അതാണ് ഇപ്പോൾ ഇൻ കേസ് സിറാമിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൻ ഗോവന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിറാമിക് അങ്ങനെ നിലവിൽ ഇപ്പം അങ്ങനെ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. എന്നാലും ഒരു 90-95% കസ്റ്റമേഴ്സും ഗ്രഫൈൻ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സംഭവം സിറാമിക് തന്നെയാണ്. സിറാമിക്കിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ് ഈ കാർബൺ ഗ്രഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ വണ്ടിക്കകത്ത് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ വണ്ടി നോക്കിയാൽ തന്നെ അറിയാം വണ്ടി എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് തന്നെ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണരുത്. നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ വണ്ടി കണ്ടാൽ അറിയാം ശരിക്കും ആ ഒരു പുതുമയോടെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഗുണം, അതിൻ്റെ യൂസസ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ മേളിലൊരു പെയിന്റ്, ഒന്നീ 1 layer അല്ലെങ്കിൽ 2 layer പെയിന്റിന്റെ മേളിൽ ക്ലിയറിംഗ് എന്ന് പറഞ്ഞൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇൻ കേസ് ഇനി വണ്ടി നമ്മളൊരു പുറത്ത് ഇപ്പോൾ കുറച്ചാൾ കൊണ്ടിട്ടേക്കോ, ഒരു മാവിൻ്റെ താഴെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ മാവിൻ്റെ കറകളോ കാര്യങ്ങളോ ഈ താറോ കയറി അടിച്ച് കയറി പെയിന്റിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ റീപെയിൻറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളൂ. ഇൻ കേസ് നമ്മൾ സിറാമിക് കോട്ടിംഗ് അല്ലെങ്കിൽ ഗ്രഫൈൻ കോട്ടിംഗ് ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ 3 layer കോട്ടിംഗ് വരുമ്പോഴത്തേക്ക് ഈ പെയിന്റോ കാര്യങ്ങളോ തുരുമ്പോ ഒന്നും
പെയിനിലോട്ട് ഇറങ്ങാതെ കോട്ടിങ്ങിന് മേളിൽ കിടക്കും. അത് നമുക്ക് മെഷീൻ വെച്ച് ഒരു റൗണ്ട് പോളിഷ് ചെയ്ത് അടിച്ച് കളഞ്ഞ് അതങ്ങ് പോകും. റോഡ് വണ്ടിക്കകത്ത് ഇങ്ങനെ തുരുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കും വണ്ടിയുടെ കൊണ്ടുവരുന്നതിന് മുമ്പ് കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫ്രീ സർവീസിൽ തന്നെ അത് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കോട്ടിങ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെയിന്റിലോട്ട് പിടിച്ച് അതൊരു പണിയായി മാറിയാണ്. അപ്പൊ അതൊക്കെ ശരിയാണ്. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള പെയിൻ കട്ട് ഇല്ലാത്ത സ്ക്രാച്ചുകളെല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരുന്നു, മാറ്റും. നല്ല രീതിയിൽ പെയിൻ കട്ട് ഉണ്ടെങ്കിൽ മാത്രം അത് റീപെയിന്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഇപ്പൊ എന്തായാലും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഒരുവിധം മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു കോട്ടിങ് നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ. അതെ അതെ, നമ്മളിപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കോട്ടിങ് ഇടുന്നതിന് മുമ്പായിട്ട് മെഷീൻ വെച്ച് 3 സ്റ്റെപ്പ് പെയിന്റ് കറക്ഷൻ, പോളിഷിങ്ങിന്റെ കണക്ക് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പെയിന്റ് കറക്ഷൻ ചെയ്ത് ഈ സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ മേളിൽ 3 ലെയർ കോട്ടിങ് ഇടുന്നത്. അതാണ് നമ്മൾ വണ്ടിക്കകത്ത് ചെയ്യുന്നത്. നമ്മൾ എൻ്റയർ പീസ് ഇപ്പം ബ്ലാക്ക് പീസ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിങ് ഇടും, ബോഡി പെയിന്റഡ് പീസ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് കോട്ടിംഗ് ഉണ്ട്. അതങ്ങനെ ഗ്ലാസ് പീസിന് സെപ്പറേറ്റ് കോട്ടിംഗ്, ഇന്റീരിയർ എല്ലാം നമ്മൾ ബ്ലാക്ക് പീസ് എല്ലാം സെപ്പറേറ്റ് കോട്ടിംഗ്, ഇന്റീരിയർ സീറ്റ് റൂഫ് എല്ലാം ക്ലീനിങ് ഷാമ്പു, ഇന്റീരിയർ ക്ലീനിങ് ഷാമ്പു വെച്ച് ക്ലിയർ ചെയ്ത് നീറ്റാക്കി നമ്മൾ എൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അലോയ് സഹിതം കോട്ടിംഗ് ഇട്ടിട്ടുണ്ട്. അലോയ് സഹിതം നമ്മൾ കോട്ടിംഗ് ഇടും. പിന്നെ എഞ്ചിൻ റൂം കാര്യങ്ങളെല്ലാം നമ്മൾ റീസ്റ്റോർ ചെയ്ത്. അതെ, എഞ്ചിൻ റൂം നമുക്ക് പലപ്പോഴും പണി കിട്ടുന്നത്. ഇപ്പൊ എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച അടി കൂടെ കയറി വന്ന് എഞ്ചിൻ റൂം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ഒരു സ്ക്രാച്ചുകളൊക്കെ ഒരു വലിയ പരിധി വരെ അതിൻ്റെ അത് ക്ലിയർ ആയിട്ടുണ്ട്, നല്ല ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വിഷ്വൽ കാണിച്ചു തരാം. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു കോട്ടിങ്ങിലൂടെ വരുന്നുണ്ട്. ഇവിടെ അണ്ടർ ബോഡി കോട്ടിംഗ് എല്ലാം ചെയ്തു. അണ്ടർ ബോഡി കോട്ടിംഗ് എൻ്റെ നമ്മൾ വണ്ടിയുടെ പെയിന്റിംഗ് വർക്ക്, അണ്ടർ ബോഡി കോട്ടിംഗ്, അത് കണക്കിന് സെറാമിക് കോട്ടിംഗ്, ഗ്രഫൈൻ കോട്ടിംഗ്, ആക്സറീസ്, സീറ്റ് കവർ, വണ്ടിയുടെ A to Z പണി നമ്മൾ ഫുള്ള് ചെയ്യും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സിമ്പിളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പടപടാൻ മറ്റേ വെള്ളം ഹൈഡ്രോഫ്ലോബിക്, അത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ബ്രോ, ഇത് നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്? ഇപ്പൊ നമ്മുടെ വിഷ്ണു ബ്രോയ്ക്ക് അറിയാം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്ത് കൊടുക്കും. വിഷ്ണു ബ്രോ ഇപ്പൊ 1 year പാക്കേജ് എടുത്ത്, ഇപ്പൊ 1 year പാക്കേജിന്റെ 1 സർവീസ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ബ്രോ എടുത്ത് പറഞ്ഞ് റിന്യൂ ചെയ്ത് തരാം. അപ്പൊ ആ ഒരു റേറ്റ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ബ്രോയ്ക്ക് കേട്ടിട്ട് എന്തോ? തീർച്ചയായിട്ടും റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് കൊണ്ടുവരാനുള്ള കാരണം അത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പലയിടത്തും ഇതിനു മുമ്പ് പല ഷോപ്പുകളിൽ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ഇതുവഴി ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം വർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, റേറ്റും നല്ല രീതിയിൽ കുറവ് നമ്മുടെ വീടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ അതെല്ലാം വെച്ചാണ് നമ്മൾ വന്നത്. അപ്പം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് വർക്കിൽ. അതൊരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും കാണല്. 100% നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ജെന്യൂൻ ആയിട്ട് പറയത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബുള്ളറ്റിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അതേ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് ഇതും പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വണ്ടി പുതുപുത്തനായിട്ട് സംരക്ഷിക്കണം. ബൈക്കും ചെയ്തില്ലോ, ബൈക്കും ചെയ്യും, 2 വീലറോ 4 വീലറോ ഏത് വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പുതുമയോടുകൂടി നിങ്ങളുടെ വണ്ടി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോസെറാമിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ പ്രിൻസ് ബ്രോന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിയെ വിളിക്കുക, എടുത്തോളൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും 24 hours കോൾ അറ്റൻഡ്. ഏത് വണ്ടിയുടെ റേറ്റിന്റെ കാര്യം അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബ്രോനെ വിളിച്ചാൽ മതി, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പം വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക്സ്. ഓക്കെ, വെൽക്കം ബ്രോ. ശരി.